നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീനഗർ വന്നെത്തിയ വിശേഷം വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ശ്രീനഗറിലെ ഗുൽമർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുൽമർഗ് ഒരു ദിവസത്തെ സ്റ്റേ, പഹൽഗാം ഒരു ദിവസത്തെ സ്റ്റേ, ശ്രീനഗറിൽ ഒരു ദിവസത്തെ സ്റ്റേ, ശ്രീനഗറിലെ ബോട്ടിലൊരു ദിവസത്തെ സ്റ്റേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെയുള്ള ഒരു ലോക്കൽ ഗൈഡിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈഡെന്ന് പറയുന്നില്ല, ഒരു ഫ്രണ്ടിനെ, ഫാമിലി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഞാനിങ്ങനെ എനിക്കൊരു ദിവസം വില്ലേജൊക്കെ ഒന്ന് കാണണം, വീഡിയോ എടുക്കണം, ഞാനൊരു യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞു. ഉറപ്പായിട്ടും എടുക്കാം, എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞു. ആസിഫ് എന്നാണ് നമ്മുടെ, പുള്ളി അകത്ത് കയറിയേട്ടാ, ആസിഫ് എന്നാണ് ആ ഗൈഡിൻ്റെ പേര്. ഗൈഡെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്ന് പറയാം കേട്ടോ, നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ പേര്. പുള്ളിയുടെ വീട്ടിൽ നമുക്ക് സ്റ്റേ എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. ഇതാണ് ആസിഫ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കശ്മീർ വരികയാണെങ്കിൽ ആസിഫ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ പാക്കേജ് ഡീറ്റെയിൽസ് എല്ലാം സെറ്റ് ചെയ്ത് തരും. എന്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ, നമ്മളെപ്പോലെ ഒന്നുമല്ല കേട്ടോ, അവർ ഭയങ്കര നമ്മളെയൊക്കെ ഗസ്റ്റുകളെ സൽക്കാരപ്രിയരാണ് അവർ. എന്ത് കാര്യമായിട്ടാണെന്ന് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് അവർ പാക്കേജ് സെറ്റ് ചെയ്ത് തരും, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് ആ വീട്ടിലാണ്. അതാണ് ആസിഫിൻ്റെ വീട്, ആസിഫിൻ്റെ ചേച്ചിയുടെ വീടാണ്. അവിടെയാണ് നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ വേണ്ട, റൂം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വിധത്തിൽ സമ്മതിക്കില്ല, ഇവിടെ തന്നെ സ്റ്റേ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നമുക്ക് ഇവിടുത്തെ വില്ലേജ് എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ആദ്യം നമുക്ക് ആസിഫിൻ്റെ വീട്ടിലേക്ക് പോവാം, അവരെങ്ങനെ നമ്മളെ സ്വീകരിക്കുന്നു എന്ന് കാണാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഇതാണ് ആസിഫിൻ്റെ വീട്. ആസിഫ് ഒരു കാശ്മീരി ഗൈയാണ്, ഗുൽമർഗിലുള്ള ഒരു സാധാരണ വ്യക്തിയാണ്, ഒരു സാധാ ഗ്രാമത്തിലുള്ളൊരു വ്യക്തിയാണ് ആസിഫ്. അപ്പോൾ ആസിഫിൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. കാരണം നമുക്ക് അവിടുത്തെ ഒരു കൾച്ചറും രീതികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ക ഒരു അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓതൻറ്റിക് ടേസ്റ്റിലെ ഫുഡ്, അവരുടെ റിയൽ ലൈഫ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, ഗ്രാമം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് വാങ്ങിച്ചതാണ്. സ്റ്റേ ഞാൻ ആവശ്യപ്പെട്ടില്ല, പക്ഷേ അവരുടെ ആ ഒരു സ്നേഹം കൊണ്ട് നമുക്കൊരു റൂം അവർ തന്നിട്ടുണ്ട്. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ പഹൽഗാമിൽ ഒരു ദിവസത്തെ സ്റ്റേ, ഗുൽമർഗിൽ ഒരു ദിവസത്തെ സ്റ്റേ, ശ്രീനഗർ 2 ദിവസം സ്റ്റേ, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ പറഞ്ഞപ്പോഴാണ് ആസിഫ് പറഞ്ഞ, എൻ്റെ വീട് ഗുൽമർഗിലാണ്, നമുക്കിവിടെ സ്റ്റേ ചെയ്യാം, വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാൻ വിഷമിക്കേണ്ട, നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ആസിഫിൻ്റെ സിസ്റ്ററാണ് ഇവിടെ താമസിക്കുന്നത്, സിസ്റ്ററിൻ്റെ കുഞ്ഞാണിത്. ആസിഫിൻ്റെ ഫാമിലി വേറെയാണ് താമസിക്കുന്നത്. ഇവിടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും സിസ്റ്ററിൻ്റെ 2 മക്കളുമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു ലിവിങ് ഏരിയ എന്നോ ബെഡ്റൂം എന്നോ ഒക്കെ പറയാം. ഇവിടെ സോഫ സെറ്റ്, ചെയർ, ബെഞ്ച് അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഇതുപോലെ താഴത്തിരിക്കും, നമ്മൾ ഇരിക്കും. അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. നമ്മളെന്നല്ല, ആര് വന്നാലും അവരങ്ങനെ തന്നെയാണ് സൽക്കരിക്കുന്നത്. അതിനോട് ചേർന്നതിനൊരു കുഞ്ഞ് കിച്ചണൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് കിച്ചൺ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി ഓതൻറ്റിക് ടേസ്റ്റിലുള്ള ഫുഡ് നമ്മൾ സെർവ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആസിഫ് പറയുന്നുണ്ടായിരുന്നു. ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്ത് വീണ്ടും ഒരു ബെഡ്റൂം. ആ റൂമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ റൂമിലും ബെഡും കാര്യങ്ങളൊന്നുമില്ല, കിടക്കാൻ സമയം മാട്രസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് അവരുടെ ഒരു സെറ്റപ്പ്. അങ്ങനെ ബെഡ്, ചെയർ, സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ അങ്ങനെയൊന്നുമില്ല. അവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും, ഒരു റൂമിലിരിക്കും, കാര്യം പറയും, ഭക്ഷണം കഴിക്കും, TV കാണുന്നതായാലും എല്ലാം ഒരിടത്ത് തന്നെയാണ്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ പോലെ അല്ല കാശ്മീർ എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ തന്നെ നോർത്ത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ കേരളം വേറെ, സൗത്ത് ഇന്ത്യ വേറെ, നോർത്ത് ഇന്ത്യ വേറെ. പക്ഷെ കാശ്മീർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തു. ഫുഡിൻ്റെ കാര്യത്തിലായാലും അവരുടെ കൾച്ചറായാലും എല്ലാം മൊത്തത്തിൽ ആ ഒരു കൾച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം കേട്ടോ. ഇവർ മുകളിലോട്ടൊക്കെ റൂമെല്ലാം ചെയ്യുകയാണ്, ഇതുപോലെ ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ പണികളൊക്കെ നടക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ മാറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കാരണം തണുപ്പിൻ്റെ ഒരു ഇതാണ്, ഫ്ലോറിൽ നമുക്കല്ലാതെ ചവിട്ടാനോ ഒന്നും പറ്റത്തില്ല. അപ്പം മാറ്റൊക്കെ ഇട്ടാലേ നമുക്കെന്നല്ല ഇവിടെ ഉള്ളവർക്കായാലും ചവിട്ടി നിൽക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു കാശ്മീരി സെറ്റപ്പ് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹമാം. HAMAM. Hammam. ഇവിടുത്തെ You can സോഫ. see also outside. I will show you. ഓക്കെ. Hi. പുറത്ത് അവർ രാത്രി ഫയർ ഇടുമ്പോൾ We will ഇവിടെയൊക്കെ fire ചൂടാവും. outside and it will be hot in the evening. ഇതാണ് അവരുടെ സെറ്റി എല്ലാം. കിടക്കുന്നത് ഇത് തന്നെ, ബെഡൊന്നുമില്ല. ഇത് തന്നെയാണ് അവരുടെ ബെഡ്. നമുക്കൊരു പ്രൈവറ്റ് റൂമും ഒരു ടോയ്ലറ്റും ഒക്കെ തന്നു. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് വില്ലേജിൽ നമുക്കൊരു ദിവസം സ്റ്റേ എന്നല്ല,
ഒരു തണുപ്പാവുമ്പോഴേക്കും ഈ വീടിൻ്റെ അടിയിലൊരു തുറങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ വിറകിട്ട് തീ കത്തിക്കും. തീ കത്തിക്കുമ്പോൾ വീട് മൊത്തത്തിലൊന്ന് ചൂടാവും എന്നാണ് ആസിഫ് പറഞ്ഞത്. അത് കാണിച്ചു തരാൻ കൊണ്ടുപോവുക കേട്ടോ. ഈ വിറകിട്ട് കത്തിക്കുമ്പോൾ വീടെല്ലാം കൂടെ കത്തിപ്പോവില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷേ വീട് ഫുൾ ഫ്ലോറൊക്കെ നല്ല ഹീറ്റായി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും എന്നാണ് ആസിഫ് പറഞ്ഞത്. കണ്ടോ, വീടിൻ്റെ താഴെ ഒരു കുഞ്ഞോട്ട, അതിനകത്ത് വിറകെല്ലാം വെച്ച് തീ കത്തിക്കാൻ പറ്റും. हाय कर कर हाय उधर ऐसे आता पकड़ लेंगे बस वो शेंग थी तेरे साथ हाय गंदा इसका ये वेट हो गया ना निकालो से नेवर पकड़ना ये हॉट वाटर है, हाँ? हॉट वाटर. हां हॉट वाटर इस बनान शॉट അതിന്റെ അടിയിൽ 3 see മാറ്റ് വിരിച്ചിട്ടുണ്ട്. here this rocks this is the rock here 1 2 3 4 like 50 rocks ഇന്റർലോക്ക് പോലെ റോക്ക്. 22 feet സെറ്റപ്പ് ആകെ കൊള്ളാം. നമുക്ക് ഇന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ. ഞാൻ വില്ലേജൊക്കെ കാണണം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് നിർബന്ധം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ. കൊള്ളാം, കുഴപ്പമില്ല. അപ്പം ഒരു ദിവസം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് വില്ലേജൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇവർ ഭയങ്കര സൽക്കാര പ്രിയരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കാശ്മീരീസ്. Shoes, you are not wearing shoes, so give 1,000 rupees. Police. yeah police if he wearing shoes they will say other thing Okay, you have okay. film if you do not have film they will say this is out of state First he says, Bill says, right big one bill side. Kashmiri police all correct everywhere I am here with them Okay. they are like shit Kashmiri biscuit. yes you can check try this baby coconut we call it The cake. Either this one? coconut yes nariyal Coconut biscuit. yeah Kerala, खुद coconut. Coconut. What's on country है Kerala? Coconut का village Kerala. coconut curry കോക്കനട്ട് ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല കോക്കനട്ട്, അതുകൊണ്ട്. പക്ഷേ സൂപ്പർ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പോലത്തെ കേക്ക്. പിള്ളേർക്ക് വണ്ടിയിൽ നിന്ന് ബിസ്ക്കറ്റ് ദിസ് വൺ സ്പെഷ്യൽ ഹിയർ. if he wants he will go and take इसका नाम क्या है? zohan kiska kawa കാവ. Kashmiri കാശ്മീരി kawa. കാവ. ഇതാണ് കാശ്മീരി കാവ. പാലൊഴിക്കാതെ ഉണ്ടാക്കുന്ന സാധനം. കുടിച്ചില്ല. ഇവിടെ വന്നോണ്ടല്ലേ ഇത് കറക്റ്റ് വീട്ടിൽ നിന്നൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റും. കൊള്ളാം കൊള്ളാം. ചൂടുണ്ട്. energy drink നൈസ്. and it's also good for chest cough sugar ഓക്കെ. ഇത് Manish sahab have kawa first കാഷ്യൂ, ये केसर കേസർ, और ये काजू और बादाम ड्राई फ्रूट ഡ്രൈ ഫ്രൂട്ട്. നല്ല ടേസ്റ്റ് no ഉണ്ട്. need cashew but almonds അത് ഉപ്പ് ചായയാണേ. അത് നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. you can try also this is called bagir khani Huh? bagir khani ഓ, stomach full. no you just what we have nothing We ate that On the way. at 3 o'clock. bagir Bun. khani how much you can try to save but it will fail ഇത് പൊറോട്ടയുടെ ടേസ്റ്റ് ഉണ്ട്. കേരള പൊറോട്ട ടേസ്റ്റ് ലൈക്ക് ദിസ്. അവർ നമ്മളെ ഇനി എച്ചിലാക്കിയതൊക്കെ. eat here eat Here. one more yeah No thanks, no thanks. Enough. ashna chot ki hai ഇത് കൂടാൻ മുന്നേ ഇടണ്ടേ. കൊള്ളാം കേട്ടോ, പിള്ളേരൊക്കെ കളിക്കുന്ന. അച്ഛൻ്റെ ഫോൺ എടുത്തല്ല, ഏട്ടൻ്റെ ഫോൺ എൻ്റെ ഇല്ലേ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായ അതിൻ്റെ പേരെന്തോന്നടാ, എന്തോ ഒരു പേര് പറഞ്ഞു, കസ്വാൻ അങ്ങനെ എന്തോ. 2 ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ചായയുടെ പേരൊക്കെ പഠിക്കും. സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി. വീടൊക്കെ ഭയങ്കര രസം. നമ്മൾ ഈ ഒരു കൾച്ചർ കണ്ടിട്ടില്ലല്ലോ, കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യാനും കൂടെ കിട്ടിയതിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് സ്ഥലങ്ങൾ കാണുന്നതൊക്കെ, ഇവരുടെ വില്ലേജ് കാണുക, ഫുഡ് കഴിക്കുക, അവരുടെ രീതികൾ മനസ്സിലാക്കുക, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇന്നൊരു ദിവസം ഇന്ന് വൈകുന്നേരം നമുക്കതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് പിള്ളേരൊക്കെ കളിക്കുന്ന. അങ്ങനെ ആസിഫ് നമ്മളെ വില്ലേജ് കാണിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. പക്ക ഒരു കാശ്മീരി വില്ലേജ് ആട്ടോ. ഈ ഒരു പിള്ളേരൊക്കെ നിന്ന് കുളിക്കണം. നമുക്ക് ബാത്തിങ്
Yeah, but cold water. കോൾഡ് വാട്ടർ. The commercial areas, you know, like Ah. everywhere, like some rubbish people, they throw garbage. ആ യെസ് 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 യെസ്. വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടേ ചില സ്ഥലങ്ങളിൽ ഇതാക്കുന്നു. ഐ വിൽ ഗീവ് യു എ നമ്പർ ഇൻ യൂട്യൂബ്. Yes. കോൾ. Commission मिलेगा. No commission, no commission. Ay, chalta nahi hai na. No commission. Next time we are coming, arrange all same thing. This is your home, no problem. Yes. We can come anytime. We like it. Next year, I think we will get one more floor, Okay. 4 rooms. Oh, Big rooms okay, and big wash. യു ആർ ഡൂയിങ് ഹോംസ്. അപ്പം എന്നെ പൂട്ടിയത് നമ്മൾ വീഡിയോ എടുക്കണുണ്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഒന്നല്ല എൻ്റെ അഹങ്കാരം നോക്ക്. കുഞ്ഞിക്കുനെ സിനിമയിൽ പറയും പോലെ ഇത്രയേ ഉള്ളൂ എൻ്റെ അഹങ്കാരം നോക്ക്. നമ്മൾ വീഡിയോ എടുക്കണുണ്ടോ അപ്പം എന്നെ പൂട്ടിയത് ഞാൻ. അടിപൊളി സ്ഥലം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല കാലാവസ്ഥ ഇപ്പോഴിങ്ങനെ കേട്ടോ. നമ്മൾ ഡിസംബറിലൊക്കെ വന്നാൽ ഇവിടെ അയ്യോ അന്നേ ഇറങ്ങാൻ പറ്റാതിരിക്കും. തണുപ്പുണ്ടാന്ന് നോക്കട്ടെ. തണുപ്പ് 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 തണുപ്പ്. സ്നോ സ്നോ വാട്ടർ. സ്നോ മെൽറ്റായി വരുന്ന വാട്ടർ. അഴുക്കായല്ലേ വഴുതൊഴി കയറാം. എടാ കൊള്ളാന്ന് പറഞ്ഞു. കുഞ്ഞി കയറി. ഓക്കെ ഓക്കെ. ഭയങ്കര തണുപ്പ്. കൊച്ചൂക്ക് മഞ്ഞ്. ഗുൽമർഗിലെ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. അതിലാണ് ചെന്ന് കാല് വെച്ചത്. നല്ല സുഖമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതുവഴി ഇറങ്ങിയാൽ മതിയായിരുന്നു, ചാടി ഇറങ്ങണ്ടായിരുന്നു. Kashmir willow trees, you know Kashmir willow, Kashmiri bat. ബാറ്റ് ക്രിക്കറ്റ് ബാറ്റ്. Yes, ഓ, ഈ മരത്തിൽ നിന്നാണ് ക്രിക്കറ്റ് ബാറ്റ്. ഇതാണ് വാൾനട്ട് ട്രീ. ഈ പച്ചക്കള്ളിൽ നിൽക്കുന്നത്. അതിനപ്പുറത്ത് നിൽക്കുന്നത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ട്രീ. അല്ല, ഇതാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ട്രീ. ഇത് വാൾനട്ടിൻ്റെ. ഇതാണ് വാൾനട്ട് ട്രീ. ഈ പച്ചക്കള്ളിൽ നിൽക്കുന്നത്. അതിനപ്പുറത്ത് നിൽക്കുന്നത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ട്രീ. അല്ല, ഇതാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ട്രീ. ഇത് വാൾനട്ടിൻ്റെ. ഓ, സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കണം. കൂട്ടായല്ല. എനിക്ക് മഴയൊക്കെ പെയ്താൽ ഇവിടെ വെള്ളപ്പൊക്കം ആയിരിക്കും കേട്ടോ. ഇവിടെ മെനിങ്ങാന്ന് വരെയും മഴയായിരുന്നു എന്ന്. എപ്പം മഴ പെയ്യുമെന്ന് വെച്ചപ്പോൾ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് നിമിഷവും മഴ പെയ്യും. ചിലപ്പോൾ ഇങ്ങനെ വെയിൽ നിൽക്കും, ഇപ്പം തന്നെ മഴയും പെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് മെനിങ്ങാന്ന് വരെ മഴയായിരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ടാണ് വെയിൽ വന്നത് എന്നൊക്കെ ആസിഫ് പറയുന്നുണ്ട്. ഇടിക്കോടെ ഓടാൻ പോലും പറ്റൂല ഇവിടെ. അതൊന്നും ചെയ്യൂലായിരിക്കും. ഒന്നും ചെയ്യൂലടാ പാവം. സത്യം മക്കളെ, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ, ഭൂമിയിലെന്ന് ഞാൻ പറയില്ല കാരണം വേറെ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, ഇന്ത്യയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് മക്കളെ. കാശ്മീർ. ജമ്മുവിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, അങ്ങോട്ട് ഇനി ഇതുപോലെയൊക്കെ ആവുമോ എന്നുള്ളത്. പക്ഷേ വാവ്, സൂപ്പർ. നല്ലൊരു പക്ക ഗ്രാമം കേട്ടോ. പിള്ളേർ ക്രിക്കറ്റ് കളിക്കണം. നോക്ക്, ക്രിക്കറ്റ് ഇല്ലേ, ക്രിക്കറ്റ് കളിക്കണം. അവിടെയും അരുവിയാണെന്ന് തോന്നുന്നു. എന്ത് രസം കാണാൻ. ഓ, ഫോട്ടോ വേറെ ഫോട്ടോ എടുത്തില്ലല്ലോ. നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തില്ല. അതൊക്കെ നോക്കുന്നുണ്ട്. Again. വെരി നോട്ടി. അങ്ങനെ കാശ്മീരിൻ്റെ കുഞ്ഞു ഗ്രാമമായ ഗുൽമർഗിലെ ആ ഒരു ബ്യൂട്ടി നമ്മൾ കണ്ട ശേഷം കാശ്മീരിലെ ഗുൽമർഗിലെ ഗ്രാമത്തിലേക്ക് പോവാണ്. യൂട്യൂബർ വേദ മനോജ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹായ്. അപ്പോൾ ഇനി നമുക്കിവിടെയുള്ള വീടുകളൊക്കെ ആസിഫ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ആ ഒരു കുഞ്ഞ് ഗ്രാമം, ശരിക്കുള്ള ഗ്രാമം ഇത്. നമ്മൾ അവിടെ ഇതിൻ്റെ ഒരു ഭംഗിയാണ് കണ്ടത് കേട്ടോ. ഇന്നൊരു ദിവസം ഇതൊക്കെ കാണാൻ പറ്റൂ. പിന്നെ നാളെയൊക്കെ നമ്മളല്ലാത്ത സ്ഥലങ്ങളാണ് കാണുന്നത്. ആസിഫ് ഉള്ളതുകൊണ്ട്, ആസിഫിൻ്റെ വീട്ടിൽ നമ്മൾ റൂമൊക്കെ എടുത്ത് വില്ലേജ് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കാണണം. ആസിഫ് നമ്മളെ വീഡിയോ എടുക്കുകയാണ്.
थोड़ा मौसम खराब हो गया हाँ। so you will feel cold. കോൾഡ്. ഇവിടെ എ സിയും ഫാനും ഇല്ല, ഹീറ്ററാണ് ഉള്ളതെന്ന്. കാരണം നമ്മുടെ നാട്ടിൽ കേരളമേ 38 ഡിഗ്രി ഹോട്ട് AC full day. എ സി ആൻഡ് See the wood house, വുഡൻ ഹൗസ്, the old one. വെരി ഓൾഡ്. ആ No, അതുകൊണ്ട് വുഡിലുണ്ടാക്കിയത് the old one. We have to go right here. ഏറ്റവും അത് തന്നെ. Okay, go there. No worry. Other way. ഓക്കെ Shortcut. ഓക്കെ. Zan thak gaya zan. ഏറ്റവും പഴക്കം ചെന്ന ഒരു വുഡൻ വീടാണ് കേട്ടോ. Old house. Before like 15 years, we will see everywhere like these houses. Before 15 years. ആ 15 വർഷം മുന്നേ ഒക്കെ എല്ലാ വീടുകളും തടിയിലായിരുന്നു. വെരി സ്ട്രോങ്. Earthquake, nothing will happen. ഓ വെരി സ്ട്രോങ്. Cow house, cow. കൗ ഹൗസ്. ഓ പശുവിന്റെ വീട്. തൊഴുത്ത് തന്നെ. क्या नाम है त्वरित बोल रहा है തൊഴുത്ത് തൊഴുത്ത് Toilet. Cow house, cow. തൊഴുത്ത്. കല്ലൊക്കെ നല്ല ഇതിന് തമ്പിൽ. ഇതൊക്കെ പഴയ വീടാണ്, പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വീട്ടിൽ ആളില്ല. ഓക്കെ പൊയ്ക്കോളൂ. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം ശ്രീകുട്ടിയും വേദി. ഈസ് ദിസ് വാൾനട്ട്? അല്ലേ, വൈൽഡ് വാൾനട്ട്. ഇല അതുപോലെ ഇരുന്നു, അതുകൊണ്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. രസം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഭംഗിയിലും നമ്മളൊരു ഭീകരതയോടെ താമസിക്കേണ്ട സ്ഥലമല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തീർന്നില്ലേ മക്കളെ, കഴിഞ്ഞ വർഷമൊക്കെ അല്ലേ. അതുകൊണ്ട് ഭംഗി ഒരു സൈഡ്, പക്ഷേ ഉള്ളിൽ പേടി എപ്പോഴും ഉണ്ടായിട്ടില്ല ഇവിടെ ഉള്ളവർ ജീവിക്കുന്നത്. നീ ഫ്രണ്ടിൽ കയറുന്നടാ, അച്ഛൻ്റെ ഫ്രണ്ടിൽ കയറുന്നടാ. എന്ത് പറയാൻ വന്നു. ഇവരുടെ ഫുഡൊക്കെ ഭയങ്കര നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിച്ച വസ്വാൻ മീലില്ലേ, അത് ഇവിടുത്തെ ഉച്ചയ്ക്ക് ഒരു നേരം അവർ കഴിച്ചിരിക്കുമെന്ന്. കൊച്ചിന് മുട്ടായി എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാൻ. Two more houses. ഓക്കെ. ഓ അവരുടെ മോസ്ക് അതാണ്. ആസിഫ് കാ മോസ്ക്. ആസിഫ് For prayer. For prayer. prayer. Your mosque. कुरकुरे बिस्किट Kulcha. बोलो. बेटी को क्या चाहिए बेटा है ना, बेटी है. बेटा है. हाँ मेरा खुला है नहीं, 20 है. No 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 no. मैं one time. This is there in kurkure. ഗൂഗിൾ പേ കാണില്ല. പൈസ ആയിട്ടില്ലേ? പൈസ ആയിട്ടില്ലേ? ഞാൻ കൊടുക്കണ്ടെന്നും പറഞ്ഞു. ഗൂഗിൾ പേ അല്ലല്ലോ പൈസ. Here everyone is GP but no. ഇല്ലാന്ന്. I will pay later. വേണ്ട, ഓൺലൈൻ ഓൺലൈൻ. ആ ഉണ്ട്. चल क्या किसी? राजा We have a pony in Gulmarg. मनोज from Kerala Yes, sir. കേരള 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 ലാസ്റ്റ്. കൊച്ചിന് ഒരു ആപ്പി ഫിസും കുർക്കുറെ വാങ്ങിച്ചു കൊടുത്തു. കുർക്കുറെ ആപ്പി ഫിസും വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ അവരങ്ങനെയാണ് സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ അതിനാവശ്യമുള്ള വാങ്ങിക്കാൻ പറഞ്ഞു, അവ അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഗാവുക ഫുഡ്. ഇതാണ് കശ്മീരി ഗ്രാമം ഗൈസ്, ഗ്രാമം. അത് അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചിരുന്നു നോക്കേ. നമ്മൾ ഉത്തരാഖണ്ഡിൽ പോയി ഉത്തരാഖണ്ഡ് ഗ്രാമം അതൊക്കെ കുറച്ചേ കണ്ടുള്ളൂ, പക്ഷേ ഇത് നമ്മൾ നമ്മളെ കാറൊന്നും ചെയ്തില്ല ഏട്ടാ. ആ ചെന്നുടനെ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ, എന്നിട്ട് ബാക്കി കാര്യം. ഇരുട്ട പിന്നെ ഇവിടെ 7 മണിയായാലും ഈ വെട്ടം കാണും, അതുകൊണ്ട് കുഴപ്പമില്ല. ആര് ഹായ് പറയാൻ, ചുമ്മാ കിടക്കട്ടെ. യൂട്യൂബർ വേദ മനോജിനെ നോക്ക്, നിങ്ങളൊക്കെ പോയി ഔട്ടായി. ഇവിടെ വീടെല്ലാം നല്ല സെറ്റ് വീടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം അവർ കാലാവസ്ഥക്കനുസരിച്ചാണ് വീട് ചെയ്തിരിക്കുന്നത്. ഷീറ്റൊക്കെ ഹായ് ഷീറ്റൊക്കെ ഇങ്ങനെ, അപ്പം മഞ്ഞ് വരുമ്പം
ഇങ്ങനെ പോവല്ലോ. ഇവിടെ എനിക്ക് ഫാൻസോ പക്ഷേ എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഭയങ്കര രസമാട്ടോ വീടുകളൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ വെച്ചേക്കാം. അപ്പം ഏട്ടൻ പറഞ്ഞതേണേ മഞ്ഞ് വരുമ്പം ഇങ്ങനെ പോവും. ആ ശരിയാണ്, നമ്മളെപ്പോലെ ഇങ്ങനെ വെച്ചാൽ മഞ്ഞ് അവിടെ കെട്ടിക്കിടക്കും. ഇത് മഞ്ഞ് അത് ആ വീടിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ വീടുകളും. അത് കുറച്ച് വലിയ വീട് കേട്ടോ. ചെറിയ വീടായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ. അത് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു ഇതനുസരിച്ചിട്ടാണ് ഇങ്ങനെ കൺസ്ട്രക്ഷൻ. പക്ഷേ ഇതൊക്കെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടപ്പം അതിഗംഭീരം. ഉറപ്പായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട സ്ഥലം തന്നെയാണ് കശ്മീർ. അത് കാറിൽ വരണമെന്ന് ഞാൻ പറയുന്നില്ല, ട്രെയിനിലാവാം, ഫ്ലൈറ്റിലാവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരാം, കാറിലാണെങ്കിലും വരാം. ഇവർ തന്നെ പറയുന്നുണ്ട് ജമ്മു പോലീസ് ഭയങ്കര കള്ളന്മാരാണ്, ചുമ്മാ അവരെന്ന് ദിവസവും 500 1000 വെച്ച് വാങ്ങിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ചെരുപ്പില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ കണ്ടുപിടിച്ചിട്ട് അവർ ഉറപ്പായിട്ടും പറ്റി തരുമെന്ന്. യുവർ ഹൗസ് ആസിഫിൻ്റെ കുടുംബ വീട്. ന്യൂ വൺ, വെരി ബിഗ്. പശുവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. How you feel here? This is your home, like Kerala. This away. അവര് ഇരിക്കുകയൊക്കെ ചെയ്യണം ഇവിടെയാണ് കേട്ടോ, അല്ലാതെ ബെഞ്ചോ ചെയറോ സെറ്റിയോ സോഫയോ നമ്മൾ വന്നാലും അവരിവിടെ തന്നെയാണ് ഇരുത്തുന്നത്. നമുക്ക് തന്ന റൂമിലും ഇതാണ് സെറ്റപ്പ് കേട്ടോ. ബെഡൊന്നുമില്ല, ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട് കിടക്കാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. I think she is going to bring cow. Every day she leaves cow on the near. യുവർ വൈഫ് ഡോട്ടർ No here. അതർ ഹോം. പശു ഉണ്ടോ അവിടെ? Nature. We have goat also. ഗോട്ട്. Goat and cow. What is there? एक गाय है. अभी दूसरा आ रहा है. अंदर जा सकता है आप. ആണല്ലേ അങ്ങോട്ടേക്ക്. पशु. പശു കേരളത്തിലെ പശു. ഗോട്ട്. We call gav. गाव हिंदी में पढ़ते गाव. दूध. एकदम देसी. ഇതാണ് വാൾനട്ട് ട്രീ. അതിൽ കായാണെന്ന് തോന്നുന്നു ചെറുതായിട്ട്. പക്ഷെ ഇതിൽ നോ ഫ്രൂട്ട്. No. अभी सीजन है? अभी तक नहीं है? 3 महीना लगेगा. 3 महीना, ओके. छोटा एप्पल पूरा सब्जा मिलेगा ആപ്പിൾ സീസൺ. सितंबर. ആപ്പിൾ अप्रैल में जुलाई अगस्त में आता है. हाँ ഓക്കെ. चेरी सबसे फर्स्ट चेरी का होता है. ഓ उसके बाद एप्पल नाशपाती वगैरह होता है. ദിസ് മന്ത് എനി नेक्स्ट मंथ चेरी आएगा. ചെറി ആയേഗ. ट्यूलिप फिनिश. ഫിനിഷ് ഒന്നും കാണാനില്ല. गुलमर्ग में नेचुरल ट्यूलिप आएगा. गुलमर्ग. ഗുൽമർഗ്. कौन सा महीना है? हाँ. സാഫ്രോൺ കേസർ. वो शायद इस मंथ होता है आगे मंथ. My mom is there at my sister's house. ആണോ? ഓക്കെ. ولا ايش ما هو ولا ايش ما هو അമ്മയെ വിളിച്ചു നോക്കാൻ, അമ്മ ഇവിടെ ഇല്ല. Takashi now. ചക്കശീനാവോ? मतलब Takashi now. आपका मतलब आपका नाम क्या है? आपका नाम क्या है? Meshina Asif. मिशन Meshina Asif. മിഷന ശ്രീകുട്ടി. Meshina ശ്രീകുട്ടി. Meshina Asif. वेरी डिफिकल्ट श्रीकुटी. मनोज. Manu. Meshina Manu. You can आप कैसा हो? वारे चुका. वारे चुका. अच्छा है. Thick shoes. ठीक शुश. मेरे कश्मीर Little hard when you say. You can like hear easily. Easy. But when you want to speak, it's little hard. hard. But you have to try once, twice. You will do. Okay. ഇവർ കാശ്മീരി ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. യു ആർ ടോക്കിംഗ് കാശ്മീരി. Kashmiri. Our mother कैसे tongue. हिंदी पढ़ता है? हिंदी ടൂറിസ്റ്റ് അല്ലേ? पढ़ता है. ഉത്തരാഖണ്ഡ്. Uttarakhand. Best is Gulmarg. in winter. വി ഡോണ്ട് നോ. You see my photos on my phone in winter. Sure we will come on winter. This is from the top. The picture. ഗുൽമർഗിന്റെ This ഫോട്ടോ is from വിന്റർ the സമയത്ത്. top. This little one is Gulmarg, and these are here village. I will show you all the pictures. വിന്ററിൽ വരാം. ആസിഫിന് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആസിഫിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വീടെത്തിയാ? വീടെത്തി നമ്മൾ.
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ വില്ലേജൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആസിഫിൻ്റെ അമ്മയാട്ടോ. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. ഹായ്, നമസ്തേ. നമസ്തേ. Kerala फिर से भाई. बाय सूर्य My sister's husband. ഹസ്ബൻഡ്. Hi, sir. Nisha. Take more rest. യെസ്. ഇസ് ദാറ്റ് Aloo pakoda ഉരുളക്കിഴങ്ങ് പക്കോട, and mutton. മട്ടർ തണുത്തിരിക്കുന്നു. When it was like hot, ക്രിസ്പി, മോർ ക്രിസ്പി. Kashmiri pakoda. Oh, इनको तो वीडियो तो भी मैं. बेटी का नाम, बेटी हाँ. नाम Zainab. സൈനബ്. Muslim name very easy. നമ്മൾ ഗാവും ഗ്രാമവും ഖറും ഒക്കെ കണ്ട് തളർന്നിരിക്കെ കണക്റ്റഡ് അവർ Palak. പാലക്ക് ഉണ്ടാക്കണം. പാലക്ക് ഹിയർ. പാലക്ക് അവിടെയൊക്കെ കിട്ടണ തന്നെ. അവർ ജോലി ചെയ്യുന്നവർക്ക് ഇതുപോലെ ഹോം സ്റ്റേ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ. ഇത് ആപ്പിൾ ട്രീയാ? ആപ്പിൾ ട്രീ. Apple tree. Yes. ഇവിടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ആപ്പിൾ ട്രീയും വാൾനട്ട് ട്രീയും ഉണ്ടാവും. നല്ല ആപ്പിൾ കഴിക്കുന്നല്ലേ. ഇവരുടെ ഫ്രണ്ടിലെല്ലാം വാൾനട്ട് ട്രീയും ആപ്പിൾ ട്രീയും ഉണ്ടാവും. ഓ, ഇത് ബാറ്റ് ഉണ്ടാക്കുന്നത്. അതെനിക്ക് തോന്നുന്നു വാൾനട്ട് ആയിരിക്കും. വാൾനട്ട്. നോ. Kashmir willow. Kashmir willow. വില്ലോ. These also willow. ഓ, ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് ട്രീ. I will show you factory. ഇൻസ്റ്റാഗ്രാം. Royal scale. Also YouTube. Same. ഓ, ഓക്കെ. Google same. ഓക്കെ. On the top we are going tomorrow. തണുക്ക്, നല്ല തണുപ്പ്. ഇപ്പം സമയം എത്രയാവും? അപ്പം 6 ഗ്രാം ഇൻസ്റ്റാഗ്രാം. Royal scale. Also YouTube. Same. ഓ, ഓക്കെ. കാക്കയെ കാണിച്ചിട്ട് ആസിഫ് എനിക്ക് പറഞ്ഞു തരുന്നത് ആ കാക്കയെന്ന്, ക്രോ എന്ന് പറയും. കേരളത്തിൽ ക്രോ, ബ്ലാക്ക് ക്രോ എന്ന്. കേരളത്തിൽ ശരിക്കും ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഒരു ഇത് പറഞ്ഞത് തലേ മാത്രം കറുപ്പും ബാക്കി ഒരു മാതിരി ആഷ് കളറിലുള്ള ക്രോ ഇല്ലേ. തണുക്കുന്നു. ഇതാണ്ട് ഗൂസ് ബംസ്. വെരി ബിഗ് ആപ്പിൾ ഗാർഡൻ ആണ്. വെള്ളപ്പൂ നിറച്ച് നിൽക്കുന്നതാണ് ആപ്പിളിൻ്റെ പൂ. നമ്മളെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു വാട്ടർഫോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആസിഫ് കൊണ്ടുപോകുക കേട്ടോ. സമയം 7 മണി ആവാറായി. 7 മണിയായി എന്നിട്ടും പകൽ പോലെ നിൽപ്പുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് എന്തോ വാട്ടർഫോൾസൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. നല്ല അഫോർഡബിൾ റേറ്റിലാണ് ചെയ്ത് തന്നിട്ടുള്ള ആസിഫ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നോട് എത്രയായി റേറ്റ്, എത്രയാണ് പാക്കേജ് എന്നൊക്കെ ചോദിക്കുന്നതിനെ കാട്ടി ആസിഫിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. നിങ്ങൾ വിളിച്ച് സംസാരിക്കണം ഒന്നുമില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും കേട്ടോ. നമ്മുടെ ഗുൽമർഗിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഡ്രങ്ക് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് നമ്മളുള്ളത്. അവിടെയാണ് ഈ വാട്ടർഫോൾ ഉള്ളത്. അതുപോലെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ ഒരു സമ്മർ സീസണിലാണ് നിങ്ങൾ കാശ്മീർ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. നമുക്ക് ആ ഒരു കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും. വിൻ്ററിലൊക്കെ വന്നാൽ ഇവിടെ ഫുൾ മഞ്ഞ് മൂടി എത്രയോ ലെയറായിട്ട് കിടക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇത് നല്ല ക്ലൈമറ്റ്, അധികം തിരക്കുമില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ സീസൺ എന്ന് പറയാനില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഇറങ്ങിയില്ലേ വെള്ളം, ആ വെള്ളം ഇവിടെ നിന്നാണ് വരുന്നത്. അയാൾ എടുത്തു തരാൻ പൈസ കൊടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ എവിടെ ചെന്നാലും ആസിഫിന് സുഹൃത്തുക്കളും ആൾക്കാരും ഉള്ളു കേട്ടോ. എവിടെ പോയാലും ഒരു പാസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആസിഫാണ് എന്ന് പറയാം, അല്ലെങ്കിൽ മുഖം ഒന്ന് കാണിക്കുമ്പോൾ തന്നെ പോയിക്കോളാനൊക്കെ പറയും. അങ്ങനെ ഇവിടെ എല്ലാവരുമായിട്ടും ഭയങ്കര ഒരു ഇതാട്ടോ. കാരണം ഇവിടെ ജനിച്ച് വളർന്ന ഒരാൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് എല്ലാം സൂപ്പറാണ്. ആസിഫാണെങ്കിൽ വിടണില്ല, അവിടെ കാണാം ഇവിടെ കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകണം. എനിക്കാണെങ്കിൽ തണുത്തിട്ട് പാടില്ല. വ്യൂ പോയിന്റ് അല്ലേ? ഫിഷ്.
ഓ ഫിഷിനെ പിടിക്കണ സ്ഥലം. വിച്ച് ഫിഷ്? Fish. From mountain. Rainbow throat fish, yes. ഫ്രം മൗണ്ടൻ. No, on the river. റിവർ. ഓ ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം മൗണ്ടൻ. കുറച്ച് സമയം ആ വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തണുപ്പ് പിന്നെ ഒട്ടും സഹിക്കാൻ വയ്യ കേട്ടോ. ജാക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര രസം കേട്ടോ, ഇങ്ങനെ റോഡിൽ കൂടെ ഉള്ള വ്യൂ, കാറിൽ പോകുമ്പോൾ ഉള്ള വ്യൂ ആണ് അതിമനോഹരമായിട്ടുള്ള വ്യൂ കേട്ടോ. നമ്മൾ നേരിട്ട് പോയി കാണുന്നതിനെക്കാട്ടി. Sonia. Sorry. How's it go, sister? Yes. He's doctor. അപ്പോൾ ഒരു പ്ലേറ്റ് ഈ മാറ്റാണ് കേട്ടോ. അയ്യോ कोई बात नहीं, रखो ये एक बस बात नहीं, रख लो। അവർ കഴിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒരെണ്ണം ഇത് ബ്രൗണിയുടെ ടേസ്റ്റ് ഉണ്ട് വേദ. ഇപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള സമയമാണ്. ഞാൻ ചായയൊക്കെ പറഞ്ഞു തണുപ്പ് സഹിക്കാൻ വയ്യാതുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൊണ്ടുവച്ചു തന്നു. അവരിവിടെ വെച്ചാണ് നമുക്ക് തരണത്. യൂട്യൂബർ വേദ എന്നെ കടത്തി വിട്ടും ചായ കുടിച്ചു നോക്കട്ടെ. കൊള്ളാം ചായ. മധുരം ഇല്ലാത്തത് എനിക്ക് സാധനം കഴിച്ചിട്ട് തോന്നുന്നത്. നമ്മളെ ബെഡ്റൂം, അതെ ഇത് കാണിച്ചില്ലല്ലേ നമ്മള്. നമുക്ക് തന്ന ബെഡ്റൂം ഇതാണ്. ഒരു കുഞ്ഞു വാഷ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ ആസിഫിൻ്റെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ചോദിച്ചാൽ തരും കേട്ടോ. ഇവിടെ ഹോട്ടൽ റൂംസൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോഴൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഹോം സ്റ്റേ വേണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മിക്കവാറും നാളെ ഇവിടെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡിന്നർ വന്നു കേട്ടോ. അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത് ഇതാണ്. ആ കുട്ടി ഡോക്ടറാട്ടോ. എന്നിട്ട് പോലും നമ്മൾ എന്ത് കാര്യമായിട്ടാണ് അവർ സൽക്കരിക്കുന്നതെന്ന് നോക്കിയേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ കൂടിയും ഒരു ഡോക്ടറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്ന് കൈ കഴുകിക്കുക, ഇരുത്തിക്കുക, കുട്ടിയാണ് ഫുൾ ഫുഡൊക്കെ സെർവ് ചെയ്തതും എല്ലാം. എനിക്ക് കണ്ടിട്ട് അതിശയം തോന്നി കേട്ടോ. അത്രയും അവർ ഗസ്റ്റുകളെ അത്രയും സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കരമായിട്ട് എന്ത് വേണമെന്ന് പുറകേ നടന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് ഈ കശ്മീരികളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ കുറേ ഡിഷസ് കൊണ്ടുവന്നു. എന്ത് കഴിക്കാൻ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ ചിക്കൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കൂടെ റൊട്ടിയുടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ അതിന് പകരം അവർ ചോറാണ് കൊണ്ടുവന്നത്. ചോറും അത്യാവശ്യം നല്ല ചോറായിരുന്നു കേട്ടോ. ഈ സാധാരണ നമുക്ക് കിട്ടുമ്പോഴത്തെ ചോറ് ആയിരുന്നില്ല, നല്ല ചോറായിരുന്നു. നല്ല ചൂടോടെ എല്ലാം കൊണ്ട് തന്നായിരുന്നു. ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ബോൾസ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെജിറ്റബിൾ കറി, നമ്മുടെ രാജ്മ, അവിടുത്തെ ഫേമസ് കറി കേട്ടോ രാജ്മ, ആ കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാലക് ചീരയുടെ ഒരു കറി ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ചിക്കൻ കണ്ട പിന്നെ ഇതൊന്നും വേണ്ടല്ലോ. അങ്ങനെ ചിക്കനും കൂട്ടിയൊക്കെ കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഹോം മെയ്ഡ് ഡിഷല്ലേ. പിന്നെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കാശ്മീരി അങ്ങനെ ഫുഡ് നമ്മൾ കഴിച്ചില്ല. ബിരിയാണിയൊക്കെ വേണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ടൊക്കെ കഴിച്ച് ഈവനിങ്ങിന് ഹെവി ആക്കണ്ടെന്ന് കരുതി വേണ്ടാന്ന് പറഞ്ഞു. വൈകിട്ട് പക്ഷേ റൈസ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ബിരിയാണി പറഞ്ഞായിരുന്നേ. പക്ഷെ അവരുടെ ആ ഒരു പാലക് ചീര കറി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അമ്മ എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയോ. രാജ്മ കറിയും നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് നോൺ വെജ് വെക്കുന്നതിനെക്കാട്ടി വെജിറ്റേറിയൻ ഡിഷസ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നത്. നമ്മളെ കൂടെ നിന്ന് അവർ കഴിപ്പിച്ചായിരുന്നേ. എന്ത് വേണം, ഏത് വേണം, ചൂടുവെള്ളം വേണോ, തണുത്ത വെള്ളം വേണോ, കഴിക്കൂ. എനിക്ക് അവർ നിൽക്കുന്ന കണ്ടിട്ട് ഒരു ചമ്മൽ പോലെ കഴിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന കണ്ടിട്ട്. പക്ഷേ അവർ നമുക്കൊപ്പം ഈ കുട്ടി സോണിയ എന്നല്ലേ പറഞ്ഞത്, ഡോക്ടർ കുട്ടി നമുക്കൊപ്പം താഴത്തിരുന്ന് നമ്മൾ കഴിക്കുന്നവരെ ഇരുന്നിട്ട് കൈ കഴുകാൻ വരെ വെള്ളം എടുത്തുകൊണ്ട് തന്നു കേട്ടോ. അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. നമ്മളിരിക്കുന്നിടത്ത് നമ്മുടെ കൈ കഴുകാൻ കൊണ്ട് തരിക, നമ്മുടെ ചെരുപ്പ് എടുക്കുക, ഇതൊന്നും വേറൊരാൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഇരിക്ക് കൈ കഴുകാം എന്ന് പറഞ്ഞിട്ടാണ് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് അവിടെ ഇരുത്തി കൈ കഴുകിപ്പിച്ചു കേട്ടോ. അത്രയ്ക്ക് അവർ ഗസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് കാശ്മീരീസ്. നമ്മുടെ നാട്ടിൽ ഗസ്റ്റുകളെ എങ്ങനെ സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും കാര്യമായിട്ട് സ്വീകരിക്കില്ല എന്നുള്ളത് എനിക്കറിയാം കേട്ടോ. സബ്ജി അച്ഛാ ഹേ ചിക്കൻ. ഇവരെന്തിനും കൂടെ ഇരിക്കണമെന്ന് അതുകൊണ്ട് കഴിക്കാൻ ഒരു സുഖം തോന്നുന്നില്ല. ഹോട്ട് വാട്ടർ, हॉट वाटर ना, उतना नहीं है, ठंडा ही है। ഹോട്ട് വാട്ടർ. आपको भी കൊള്ളാം. റൊട്ടി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ. എന്തായാലും കാശ്മീരികളുടെ റിയലായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കാണാൻ പറ്റി.
അവരുടെ ഒരു ഔത്തൻറ്റിക് ടേസ്റ്റിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റി. വെജും ഉണ്ട് നോൺ വെജും ഉണ്ട് കേട്ടോ. ആ ചീരക്കറിങ്ങി എടുത്തണ്ട. റോട്ടിനൊക്കെ കൊള്ളാം. മറ്റേ റൊട്ടിയാണ് കൊള്ളാമായിരുന്നു. കൈ വെച്ചേക്കണം നന്നായിട്ട്. എന്തെന്ന് വിളിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ. ചീരക്കറിയും കൊള്ളാം കേട്ടോ. നോൺ വെജിനെക്കാട്ടി വെജിറ്റേറിയൻ കൊള്ളാം. നല്ല ചീരക്കറി. അപ്പോൾ ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റി, ആസ്വദിക്കാൻ പറ്റി. അത് അങ്ങനെ ആർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലേ, അതും കിട്ടി. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഗുൽമർഗ് വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.